ഞാൻ കാക്കഞ്ചേരി കിൻഫ്രിയിലാണുള്ളത്. സുബ്ഹാൻ്റെ കൂടെയാണ്. സുബ്ഹാനെപ്പോലുള്ള ന്യൂജൻ കുട്ടികളാണ് ഇപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവനിപ്പോൾ SLC കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലുപരി ഒരുപാട് അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കുകയും കഴിഞ്ഞ വർഷത്തെ ഡിജിറ്റൽ ഫെസ്റ്റിൽ UAE വെച്ച് നടന്ന ഡിജി ഫെസ്റ്റിൽ 1ാം സ്ഥാനം നേടിയ ആളാട്ടോ. അപ്പോൾ ഇവന് അത്യാവശ്യം ബ്രെയിൻ ഉണ്ടാവുമല്ലോ, ഒരുപാട് കഴിവുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ഫറൂഖ് കോളേജിനും വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നേടി. സുബ്ഹാനല്ലേ പേര് പറഞ്ഞേ? ആദ്യം എൻ്റെ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇവനിതാണ് അധികം സംസാരിക്കൂല, പക്ഷേ ബുദ്ധി അൽഹംദുലില്ലാ ഒരുപാട് കഴിവുള്ള കുട്ടിയാട്ടോ. ഇവന് ഇപ്പം നമ്മളൊക്കെ ഒരുപാട് സംഗതികൾ ഒരു വർഷം 2 വർഷം ചെയ്തു തീർക്കാൻ വേണ്ട സംഭവങ്ങൾ ഇവനെപ്പോലുള്ള ആളുകൾ കോഡിങ്ങും AI-യും IT-യും ഒക്കെ ഉപയോഗിച്ചിട്ട്, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നിമിഷങ്ങൾക്കകം ചെയ്യുന്നുള്ളതാണ്. ഇവനെന്ത് കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. UAE ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആശയങ്ങൾ, നമ്മുടെ നാട്ടിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവന് സുബ്ഹാനെ പഠിപ്പിച്ച അല്ലെങ്കിൽ സുബ്ഹാനെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയ ഒരു സ്ഥാപനം കിൻഫ്രയിലുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്കുക എൻ്റെ പ്രേക്ഷകർക്ക്. ടെക്നോ അക്കാഡമി. അവിടെ ഒരുപാട് ഇവൻ പഠിച്ച അല്ലെങ്കിൽ ഇവന് അവിടുത്തെ ഒരു എന്താ പറയാ ട്രെയിനറും കൂടെ ആയിരുന്നില്ല അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരുപാട് കോഴ്സ് ഉണ്ട് തോന്നുന്നു അല്ലേ? ഈ സ്ഥാപനത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറയുക, ഒന്ന് കിൻഫ്രയിലാണ്. ഇതിന്റെ സറൗണ്ടിങ്സ് പിന്നെ വളരെ എന്താ പറയുക ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവർ 10,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. ഇവർ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് ഇവർക്ക് തന്നെ ഒരു മദർ കമ്പനി, IT കമ്പനി ഉണ്ട്. ഇൻ്റർനാഷണലി ഒരുപാട് വർക്കുകൾ, പ്രൊജക്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ഈ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് അവരുടെ കൂടെ ഇരുന്നിട്ട് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അവരുടെ ജോബിൻ്റെ ഭാഗമാവുമ്പോൾ സ്വാഭാവികമായിട്ടും കോഴ്സ് കഴിയുമ്പോഴേക്കും വലിയ എക്സ്പോഷർ കിട്ടും എന്നാണ് നമുക്ക് പറയാനുള്ളത്. സുബ്ഹാനെ ഇവിടെ എത്തിയില്ലേ? ഇതിനകത്തല്ലേ? ഓക്കെ. സുബ്ഹാന് ഇനി ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. സുബ്ഹാൻ പറഞ്ഞത് ഈ പെട്ടെന്ന് തീപിടുത്തം വന്നു കഴിഞ്ഞാൽ അത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു റോബോട്ട് ഉപയോഗിച്ചിട്ടോ, AI ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചോ? അതെന്താ സംഭവം? പെട്ടെന്നൊന്ന് പറയും വേഗം. കാലിഫോർണിയ വൈൽഡ് ഫയർ, വലിയൊരു വൈൽഡ് ഫയർ, അതിൽ കുറെ ആൾക്കാർ മരിച്ചിന്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് കണ്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് യൂസിങ് റാസ്ബെറി പൈ. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഫോറസ്റ്റ് കൂടി നല്ല ഹാർഡ് ടെറൈനിൽ നടക്കാൻ കഴിയുന്ന റോബോട്ടാണ്. ഫയർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ സെൻസേഴ്സ് റോബോട്ട് പ്ലേസ് ചെയ്തിട്ട് അവിടെ ഫയർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് മിനി ക്യാപ്സൂൾസ് ആയിരിക്കും കണ്ടെയ്നിങ് വാട്ടർ. അത് അവിടെ പോയിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. അതൊരു പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ എന്താണ് പുതിയൊരു പ്രൊജക്റ്റ്? എന്താ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് അല്ലേ? 100 പ്രൊജക്റ്റ് സുബ്ഹാന്റെ തലയിലുണ്ട്. അതെന്തായാലും പിടിക്കണം വനെ നമുക്ക് ഭാവിയിൽ കൊണ്ടുവരാനുള്ളതാണ്, പ്രതീക്ഷയാണ്. പിന്നെ നാട്ടില് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഞാൻ ഓട്ടോമേറ്റ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി ഇനി യൂസിങ് ആർഡുയിനോ. ഇത് പറഞ്ഞാൽ നമ്മൾ ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഒരു വേസ്റ്റ് ബിന്നിലിട്ടാൽ ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്യും. പ്ലാസ്റ്റിക്, വുഡ്, മെറ്റൽ, അങ്ങനത്തെ എല്ലാ ടൈപ്പ് സോർട്ട് ചെയ്തിട്ട് ഹസാർഡസ് മെറ്റീരിയൽ അങ്ങനെയൊക്കെ സോർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കും. ആ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി. ഇത്തരം ആളുകൾക്ക്, ഇങ്ങനെയുള്ള നിന്നെപ്പോലുള്ള AI റിലേറ്റഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ടെക്നോ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ ആവശ്യം, എന്താണ് കുട്ടികൾ, എന്താണ് ഈ കോഴ്സ് കൊണ്ടുള്ള ഇവിടുത്തെ എന്താണ് ഇവരെ ഇത്തരം കോഴ്സുകൾ? നമുക്ക് മെൻറ്റേഴ്സ് കുറേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പം നേരെ പറഞ്ഞ ഓട്ടോണമസ് ഫയർ ഫൈറ്റിംഗ് റോബോട്ടിൽ ചെറുതായിട്ട് സ്റ്റക്ക് ചെയ്യുന്ന കോഡിൽ. അപ്പോൾ ഇവിടെയുള്ള ഒരു കോഡിങ്, അപ്പോൾ അതിൻ്റെ കോഡിൽ ചെറുതായിട്ട് കുടുങ്ങി. അപ്പോൾ ഇവിടുത്തെ മെൻറ്ററാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്. ഇവിടെ തെറ്റുണ്ട്, ഇവിടെ നീ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, അങ്ങനെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ എന്താണ് ഫ്യൂച്ചറിൽ? SLC കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് എൻ്റെ പ്രേക്ഷകർക്ക്? പ്ലാൻ IIT പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യാനാണ്. അതിൻ്റെ ശേഷം കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാനാണ് പ്ലാൻ. സുബ്ഹാന് ടെക്നോ അക്കാഡമിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്റ്റുഡൻറ്റിൽ നിന്നും ഒരു ട്രെയിനറായിട്ടും ട്രെയിനറിൽ നിന്നും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇന്നോവേഷൻ അംബാസിഡർ ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. സുബ്ഹാന്റെ അച്ചീവ്മെന്റ്സിൽ വലിയ ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വാധീനിച്ചിട്ടുള്ളത്. ആദ്യം അറിയേണ്ടത് ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ടെക്നോ അക്കാദമിയിൽ നമ്മൾ 8 സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്കിൽ ഡിപ്ലോമ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AWS, Azure, GCP പോലുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് കവറേജ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. അതിൽ തന്നെ ആംഗുലർ, റിയാക്ട് ഫ്രണ്ട് എൻഡ് ആയിട്ടും ബാക്ക് എൻഡ് ആയിട്ട് ജാങ്കോ റസ്റ്റ് ഫ്രെയിംവർക്ക്. പിന്നെ വരുന്നത് ഫ്ലട്ടർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, അതിന്റെ ബാക്ക് എൻഡ് ആയിട്ട് പൈത്തൺ ജാങ്കോ. Then next course is MERN stack development and mean stack development.
ദെൻ പിന്നെ വരുന്നത് UI/UX ഡിസൈനിങ് ആണ്. UI/UX ഡിസൈനിങ്ങിൽ ഫിഗ്മ, ബൂട്ട്സ്ട്രാപ്പ്, HTML, CSS പോലുള്ള ടൂൾസ് ആണ് കവർ ചെയ്യുന്നത്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ഇതേപോലത്തുള്ള ഏരിയാസ് ആണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ ഫിനാൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഓഡോ, സോഹോ, ടാലി പോലുള്ള അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇത് പിന്നെ ഈ ഇവിടെ അക്കാഡമി പഠിച്ച ആളായിരുന്നു അല്ലേ? ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്റ്റുഡൻ്റ് ഇപ്പം എന്തായി? എംപ്ലോയി. അടിപൊളി. എന്താ പേര് പറഞ്ഞേ? സിദ്ധാർത്ഥ്. എന്താണ് ഈ അക്കാഡമിയെ കുറിച്ച് പറയാനുള്ളത്? ഇൻഡസ്ട്രിയായിട്ട് നല്ല എക്സ്പോഷർ കിട്ടാൻ നല്ലൊരു അക്കാദമിയാണ് ആണല്ലേ? സോ നമ്മൾ വർക്കിനനുസരിച്ചുള്ള റിസൾട്ട്. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ ഈ ഒരു അക്കാഡമിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മദർ കമ്പനിയായ ഫെബിനോൻ്റെ സ്റ്റാഫാണ് ഇവരൊക്കെ അല്ലേ? ഇവരാണ് നമ്മളെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ഇവർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. 5-8 വർഷം അല്ല 13 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. ഇവരാണ് നമ്മളെ സ്റ്റുഡൻസിനെ 1-to-1 ആയിട്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ കമ്പനിയുടെ ലൈവായിട്ട് ഇന്റർനാഷണൽ പ്രൊജക്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർ തന്നെ. ഇവരുടെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഷെയർ ചെയ്തു. അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇങ്ങനൊരു സ്ഥാപനം കിൻഫ്രയിലുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടും. ഇവിടെ ഒരു ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് വലിയൊരു കമ്പനി ഉണ്ട് എന്നുള്ള ആ കമ്പനിയിലെ എക്സ്പേർട്ടുകൾ, ഇവിടുത്തെ ആ എക്സ്പേർട്ടുകളുടെ ട്രെയിനിങ്ങിലൂടെയാണ് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ, ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇതൊരു ഡയറക്ടറാണ്, അല്ല മാനേജറാണ്, അസ്ലം അല്ലേ? ഓക്കെ, എന്താ പറയാനുള്ളത്? കുട്ടികൾ അഡ്മിഷൻ ആയല്ലോ അല്ലേ? ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കിൻഫ്രയിലാണ് ലൊക്കേഷൻ വരുന്നത്. എങ്ങനെയാണ് പറയുക? ഈ ബിൽഡിംഗ് എങ്ങനെ അറിയാം? ഇത് കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ പാർക്ക് എന്നാ പറയാ. അതിൽ ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ? SDF ബിൽഡിംഗ്. ബിൽഡിംഗ് അല്ല, ഇതിന്റെ 4th ഫ്ലോർ. നമ്പർ നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ നൽകുന്നു. പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.